വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, സഹോദരങ്ങളെ, ഇത് വേദനയുടെ തന്നെ സമയമാണ്. ആരെല്ലാം നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അവർ പിരിയുമ്പോൾ വേദനയുണ്ടാകും. ചിലർ എന്നും നമ്മോടൊപ്പം വേണം, ചൈതന്യം തരാൻ. ചൈതന്യമില്ലാതാകുമ്പോൾ നാം തന്നെ മൃതരായി പോകും. ഒരു മൃതമായ അവസ്ഥയാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇപ്പോൾ. കാരണമുണ്ട്. എൻ്റെ 9ാം ക്ലാസ്സിൽ അതുവരെ ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് നാട്ടുപുറത്തെ വായനശാലയിൽ 4 കെട്ട് എന്ന പുസ്തകം കണ്ടപ്പോൾ എടുത്ത് വായിച്ച ആ രാത്രി മുതൽ തിരുവനന്തപുരത്തെ തെക്കുള്ള ഒരു മണ്ണിലെ കൊച്ചു കറുകയായിരുന്ന എന്നിൽ വടക്ക് നിന്ന് ഒരു നിളാനദി വന്നൊഴുകിയതുപോലെ അനുഭവം. അപ്പോഴും തൊട്ടാണ് നവമലയാളത്തിൻ്റെ തെളിമ, അതിൻ്റെ ഭാവമാധുരി എന്നെപ്പോലുള്ളവർ അനുഭവിച്ച് കോരി കുടിച്ച് കാണാതെ പഠിച്ച് നടന്നത്. ശരിക്കും എഴുത്തച്ഛൻ കഴിഞ്ഞാൽ മലയാളിയെ നല്ല മലയാളം പഠിപ്പിച്ച മഹാഗുരുവാണ് MT എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ വായിച്ചു പഠിച്ചു ഇത്തിരി മലയാളം ജപിച്ചു നടന്ന എനിക്ക് പിന്നീട് മനസ്സിലായി, കേരളത്തിലെ എല്ലാ യുവാക്കളുടെയും പ്രണയത്തിൻ്റെ ഭാഷ MTയുടെ ഭാഷയാണ്. പ്രണയം ഭക്തിയാണ്. ഒരു ഭാഷയോട് ഭക്തി ഉണ്ടാകുമ്പോൾ അത് ഉത്പാദിപ്പിക്കുന്ന ജനതയോട് ഭക്തി ഉണ്ടാകും. ഒരു ഭാഷയോട് പ്രണയമുണ്ടാകുമ്പോൾ അത് ഉച്ചരിക്കുന്ന ജനസമൂഹത്തോട് മുഴുവൻ പ്രണയമുണ്ടാകും എന്ന മട്ടിൽ തന്നെയാണ് ആരെയും വേദനിപ്പിക്കാതെ, അടുത്തും അകലത്തിലും ആരെയും വേർപിരിയാതെ, അറിഞ്ഞും അറിയാതെയും MT എന്ന മഹാപ്രതിഭ നമ്മളിൽ അലിഞ്ഞത്. എനിക്ക് ചില വ്യക്തി അനുഭവങ്ങൾ ഉണ്ടായത് മഹാഭാഗ്യം. ഞാനൊന്നുമല്ലായിരുന്നു. 92-ൽ ഒരിക്കൽ വടകരയിൽ ഒരാൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ യദുച്ഛയാ എന്നെ കണ്ടിട്ട് വലിയ പ്രകാശങ്ങളുടെ അടുത്തേക്ക് പോകാൻ ധൈര്യമില്ലാത്ത എന്നെപ്പോലുള്ള ഒരാളിനെ മാടി പിടിച്ചിട്ട് മധുവല്ലേ എന്ന് ചോദിച്ചു. ആറാണത്തെ പ്രാന്തൻ. അപ്പോഴാണ് സൂര്യൻ്റെ കൈ കറുകയുടെ തുമ്പത്ത് തൊട്ടാൽ എന്താഹ്ലാദമുണ്ടാവും, എന്തുത്തേജനം ഉണ്ടാവും, അതുപോലെ എനിക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്. അതുവരെ ഞാൻ 1963 മുതൽ 1992 വരെ MT എന്ന മഹാപുരുഷനെ നേരിൽ കണ്ടിട്ടില്ല. ആദ്യം കണ്ടത് ഇങ്ങനെ വിളിച്ചടിപ്പിച്ചപ്പോഴാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി, എല്ലാ ചെറുപ്പക്കാരെയും എഴുതാൻ പ്രേരിപ്പിക്കുകയും ആരെയും മറക്കാതിരിക്കുകയും എഴുതുന്ന ആളുകളിലൂടെ ഒരു സമൂഹത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു എഴുത്തുകാരൻ, കലാകാരൻ, അത് എങ്ങനെ എല്ലാവർക്കും എന്നത്തേക്കും നിയാമകനായിരിക്കുന്നവനാണ് നല്ല എഴുത്തുകാരൻ എന്നൊരു ഇംഗ്ലീഷ് കവി പറഞ്ഞല്ലോ. ആ നിയാമകത്വം താൻ അറിയാതെയോ മറ്റുള്ളവരറിയാതെയോ നിർവഹിക്കുകയും എല്ലാവരിലും ധർമ്മബോധവും മനുഷ്യത്വവും ഉണർത്തുകയും മറ്റ് ഭേദബുദ്ധികളില്ലാത്ത മട്ടിൽ മൂല്യങ്ങൾ എന്താണെന്ന് തോന്നിക്കുകയും ദേശത്തിൻ്റെ ഭാവചരിത്രങ്ങളിലേക്ക്, മാറ്റങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും നമ്മെ പാകപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നിശബ്ദനായ മനുഷ്യൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ആരാധിക്കുന്നുണ്ട്.
ശരിക്കും ആചാര്യനായി തന്നെ ആരാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കാം എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരു നിയോഗം ഉണ്ടായത്. കേരള സാഹിത്യ അക്കാദമിയിൽ 6 വർഷത്തോളം അംഗമായിരുന്ന അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ യോഗം എനിക്ക് വന്നപ്പോൾ മറ്റൊരു അനുഭവം ഉണ്ടായി. ഇന്ത്യയിലെ എല്ലാ മനസ്സുകളെയും വിളിച്ച് തുഞ്ചൻപറമ്പിൽ കൊണ്ടുവരികയും തുഞ്ചൻപറമ്പിൽ ഇന്ത്യൻ മനസ്സിനെ ഒരുമിപ്പിക്കുകയും അങ്ങനെ ഏത് വിധത്തിലാണ് ദേശസാഹോദര്യം ദേശസൗഹൃദം ഉണ്ടാകുന്നത് എന്ന് പഠിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ ദാർശനികൻ അദ്ദേഹത്തിലുണ്ട്. വലിയ ഒരു രാഷ്ട്രീയ ദാർശനികൻ അദ്ദേഹത്തിലുണ്ട്. അതാണ് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ദേശങ്ങളെയും ഒരുമിച്ച് സ്നേഹിപ്പിക്കുക എന്ന് പറയുന്നത് അത് സാഹിത്യകാരന്റെ വലിയ കലയാണ്. ആ രസനീയമായ ഔഷധം തന്ന് നമ്മെല്ലാം ഏതെങ്കിലും വിധത്തിൽ മാനസമായി ഒരുമിക്കാൻ ഒരു പ്രേരണ തരുമാറ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഇപ്പുറത്ത് എത്രയോ മഹത്തായ ചരിതങ്ങൾ അദ്ദേഹത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് MT എന്നത് തീർച്ചയായും ഒരു മഹായുഗമാണ് എന്ന് ഞാൻ കരുതുന്നു. ആ മഹായുഗം നമുക്ക് തന്നിട്ട് പോയത് അമൃതമായ അക്ഷരങ്ങളാണ് എന്നും ഞാൻ വിചാരിക്കുന്നു. എനിക്ക് മറ്റൊരു പുണ്യം കൂടെ ഉണ്ടായി. എന്നോട് കാണിച്ചിരുന്ന വാത്സല്യം തന്നെ അദ്ദേഹത്തിന് എല്ലാ കുഞ്ഞുങ്ങളോടും ഉണ്ട് എന്നെനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടൊരു സമയമുണ്ടായി. ഞാൻ അദ്ദേഹത്തെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഒരിക്കൽ ക്ഷണിച്ചു. ആ ക്ഷണം അദ്ദേഹം ഉടൻ തന്നെ സ്വീകരിച്ചിട്ട് കിളിമാനൂർ മധുവിനോട് പറഞ്ഞ് അങ്ങോട്ട് പോകാം. മധുവിന്റെ അടുത്തേക്ക് വന്നു. ഞാനൊരു പേന കയ്യിൽ കൊടുത്തു. അവർക്ക് വേണ്ടി 2 അക്ഷരം കുറിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറിച്ച വാക്കുകളാണ്, കുറിച്ച വാക്കുകളാണ്, 1/2 മിനിറ്റിനുള്ളിൽ എഴുതി തീർത്ത വാക്കുകളാണ്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന വലിയ കാവ്യാത്മകമായ വിശ്വകാവ്യം പോലെ എനിക്കിപ്പോഴും തോന്നുന്ന ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും ഭാഷാശാസ്ത്രവും എല്ലാം ഒരുമിച്ച് കൊച്ചു തുള്ളിയായിട്ട് വന്നിരിക്കുന്ന ഭാഷാപ്രതിജ്ഞ. അത് വായിച്ച് കുട്ടികളെ കണ്ണീരോടെ വായിച്ച് കേൾപ്പിച്ചിട്ട് അതെഴുതിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇത് ഭാഷാപ്രതിജ്ഞയായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം എല്ലാം പരിശോധിച്ചിട്ട് ഒരു മടിയും കൂടാതെ ഭാഷാപ്രതിജ്ഞയായിട്ട് അംഗീകരിച്ചു. അത് ഞാൻ തന്നെ അദ്ദേഹത്തെ കണ്ടിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അത് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഫലകമാക്കി വെക്കണം എന്ന് അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥനയും അദ്ദേഹം ചെവിക്കൊണ്ടു. ഇന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എനിക്ക് കത്ത് തന്നു, ഇത് ഫലകമാക്കി കൊടുക്കണമെന്ന്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ചെലവിൽ തന്നെ ഫലകമാക്കി സെക്രട്ടേറിയറ്റിൽ ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് അത് കഴിഞ്ഞ 2023 ജൂലൈ ദർബാർ ഹാളിൽ ഫലകമായി അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. കേരളത്തിന്റെ ആത്മബോധം, സ്വാതന്ത്ര്യബോധം ആണ് ആ ഭാഷാ പ്രതിജ്ഞയിലുള്ളത്. വെറുതെ പറയുന്നതല്ല. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. എന്നെ ആവിഷ്കരിക്കുന്നതാണ് എൻ്റെ ഭാഷയെങ്കിൽ ഒരു ജനത ആ ജനതയെ ആവിഷ്കരിക്കുന്നതാണ് ജനതയുടെ സ്വാതന്ത്ര്യം. അത് സ്വാതന്ത്ര്യത്തിൻ്റെതാണ്. മഹത്തായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഷയാണ് സ്വന്തം ഭാഷ. അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ കുഞ്ഞിന്റെ നാവിൽ മുലപ്പാൽ തൊട്ടുവയ്ക്കുന്ന പോലെ തൊട്ടുവെച്ച് രസനീയമാക്കി തരാൻ ഇത്രയും വലിയ കവിക്കേ കഴിയും. ആ കവി എൻ്റെ പ്രതീക്ഷയിൽ, എൻ്റെ വിശ്വാസത്തിൽ ആ കവി നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാവിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയേയില്ല. അതുകൊണ്ട് അമരനായ MT മലയാളികളുടെ ശ്വാസമായി നിലനിൽക്കും എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രണമിക്കുന്നു. ഈ നിമിഷത്തിന് പ്രത്യേകം എൻ്റെ കടപ്പാട് പ്രകാശിപ്പിക്കുന്നു.